ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. നമുക്കിത് ഈവനിങ്ങിൽ സ്നാക്കായിട്ടും പിന്നെ നോമ്പൊക്കെ വരല്ലേ, ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി വീഡിയോ ആണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി, നമുക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവ് കൂട്ടാം. ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ ഞാൻ ചിക്കൻ ഇടാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിൻ്റെ ഈ സൈഡ് പോർഷൻ എല്ലാം ഞാൻ ക്രംസ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിത്രയും നമുക്ക് ചിക്കനകത്ത് ആഡ് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഓൾറെഡി ചിക്കൻ ഇവിടെ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നേരത്തെ ഒന്ന് 80% വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ ചിക്കനാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ റോ ആയിട്ടുള്ള ചിക്കന് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. സവാളയാണ് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞൊന്ന് വേവിച്ചെടുക്കുക. കാരണം ഒരുപാടായിട്ട് അരയ്ക്കേണ്ടി വരില്ല, അപ്പം എല്ലാം കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോവും. ഇത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിരുന്നാലും മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7 കുഞ്ഞ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി വേണം. അധികം എരിവില്ലാത്തതാണെങ്കിൽ 3-4 എണ്ണം കൂടി എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ വൈറ്റ് പോർഷൻ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തം ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് സാധാ മുളക് പൊടി തന്നെയായിട്ട് എടുത്തിട്ടുള്ളത്. കാശ്മീരി യൂസ് ആക്കുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴത്തേക്കും അതിനകത്ത് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നോക്കിയിട്ട് മാത്രം അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ലീഫൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിരുന്നാൽ മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു വേണ്ട. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഒരു വടയുടെ ഷേപ്പിലല്ലേ, ഏത് ഷേപ്പായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു ഡോണറ്റിൻ്റെ ഒരു മാതൃകയിലായതുകൊണ്ടും നമുക്ക് ചിക്കൻ ഡോണറ്റാക്കി തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു വടയുടെ ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം. ഇൻ കേസ് നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തൊട്ടും കട്ടിയില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ നമുക്ക് ചേർത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആ യൂസ് ചെയ്ത ബ്രെഡിൻ്റെ ആ ഇത് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത് ഫുള്ള്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുഞ്ഞു കുഴിയൊക്കെ എടുത്തിട്ട് കുഞ്ഞ് കൈ വെച്ചൊന്നും അല്ലാണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പ് ഫസ്റ്റ് ടൈം കിട്ടില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പയ്യൊന്ന് അമ്മക്കി കൊടുത്താൽ കറക്റ്റ് ആ ഒരു ലെവലാക്കി കിട്ടൂട്ടാ. അപ്പോൾ ഒരുപാടങ്ങ് പിടിക്കരുത്, അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളൊരു വലുതായിട്ടോ കുഞ്ഞതായിട്ടോ ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. ഞാനതൊരു 7 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് അതൊന്ന് ലെവലാക്കി വെക്കുക. പിന്നെ മൈദമാവാണ്. മൈദമാവിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി യൂസ് ആക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ആവശ്യമില്ല. പക്ഷെ എന്നാലും ചെറിയൊരു എരിയും കൂടെ അതിനകത്ത്, ചെറിയൊരു സ്പൈസിനെസ്സും കൂടെ അതിനകത്ത് കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഓരോന്നും ഇതുപോലെ മൈദക്കകത്ത് ഇട്ടിട്ട് പിന്നെ മുട്ടയ്ക്കകത്തൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കുക. ഇച്ചിരി ഒന്ന് ടാസ്ക് ആണ്, ഒന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്തിരുന്നാൽ മതി, സെറ്റ് ആയിക്കോളും. ഇടയ്ക്കൂടെ ഒക്കെ ഒരു ചെറിയ പൊട്ടലൊക്കെ വരും, വിഷയമില്ല, കാര്യമാക്കേ വേണ്ട. അത് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും.
ഇത് നല്ല ടൈറ്റിൽ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ മൈദ യൂസ് ആക്കിയിരുന്നാൽ മതി. അത് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കായി പോകുന്നുള്ളതുകൊണ്ടാണ് അത് മൈദ യൂസ് ആക്കാണ്ട് ഇങ്ങനെ തന്നെ എടുത്തത്. ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടാൻ നല്ല ടേസ്റ്റും. ഇനി ഒരു പാനിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ആ ചൂടോടെ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരുപാട് ഇട്ടങ്ങ് മൊരിക്കണ്ട കേട്ടോ, ഒരുപാട് നല്ല ഫ്ലെയിം കൂട്ടി വെക്കാൻ വേണ്ട. അങ്ങനെ ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റി, എന്നാലും വിഷയമില്ല, കറക്റ്റായിട്ടെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അത് മൊരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് തീ കൂട്ടി വെച്ചിരുന്നാൽ, പ്രത്യേകിച്ച് ബ്രെഡ് ക്രംസും കൂടെ അല്ലേ. അപ്പോഴത്തേക്കും നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് മറിച്ചിടാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു, പക്ഷെ എന്നാലും ആദ്യമൊക്കെ ഒരു പാടായിരിക്കും, പിന്നെ ലെവലായിക്കോളും. ഇത് ഈ പിക്ചറിൽ കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കേണ്ടത്, ഇത് ഇത്രയും കരിഞ്ഞതല്ല കേട്ടോ, മൊരിഞ്ഞതാണ്. പക്ഷേ ടേസ്റ്റിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. കറക്റ്റ് നമ്മുടെ ഒരു വട കഴിക്കുന്നതിൻ്റെ അതേ ലുക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് രണ്ടാമത്തെ ബാച്ച് ഇട്ടതാണ് കേട്ടോ. രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക, രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചാലേ ബാക്കി ചിക്കനും വെജീസും അതിനകത്തുള്ള മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാൻ നോക്കുക. നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഇത് നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. കാരണം മുതിർന്നവർക്ക് കുറച്ച് എരിവൊക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് കുറച്ച് എരിവ് കുറച്ച് കൊടുക്കുകയാണെങ്കിലും അവരൊരുപാട് കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ മസ്റ്റ് റൈറ്റാണ്. റോ മീറ്റിലും ചെയ്തെടുക്കാമെന്ന് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതിൽ ചെയ്തപ്പോൾ ആട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടെ വേവിച്ചിട്ട് ചെയ്തപ്പോൾ റോയിൽ എന്തോ ഒരു റോ ടേസ്റ്റ് വരുന്ന പോലെ തോന്നി, റോ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന പോലെ തോന്നി. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കിട്ടാ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും, മാത്രമല്ല എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ, എൻ്റെ മോൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ഇനിയും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞൊരു ഐറ്റം കൂടെയാണ്. ആ സമയത്താണ് നമ്മൾ അയൽപ്പക്കത്തെ വീട്ടിൽ നമുക്ക് കുറച്ച് മക്രോണി, മറ്റേ പാസ്ത, വൈറ്റ് സോസ് പാസ്തയിൽ മക്രോണി കിട്ടിയത്. ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ് സോസ് പാസ്തയിൽ, അല്ലാതെ തന്നെ സ്പൈസിലും ചെയ്യാറുണ്ട്. ഇനി എന്തായാലും അടുത്ത വീഡിയോ വൈറ്റ് സോസ് പാസ്തയിൽ വൈറ്റ് സോസ് കൊണ്ടുള്ള മാക്രോണിയുടെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ബൈ.